എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്കായി ഇതാ ഒരു സുവർണ അവസരം. കുടുംബശ്രീയിൽ ബ്ലോക്ക് കോഓർഡിനേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിൽ ബ്ലോക്ക് തലത്തിൽ നിർവഹണത്തിനായി നിലവിൽ ബ്ലോക്ക് കോഓർഡിനേറ്റർമാരുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, വയനാട്, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബ്ലോക്ക് കോഓർഡിനേറ്റർ തസ്തികയുടെ കാറ്റഗറി കോഡ് BC3 ആണ്. ബ്ലോക്ക് കോഓർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും MS വേഡ്, MS എക്സൽ എന്നിവയിലുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. വനിതകൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന വനിതകൾ കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 15,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും വെയിറ്റേജിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിര താമസക്കാർ, തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ, ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. ബ്ലോക്ക് കോഓർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ കുടുംബശ്രീ അയൽക്കൂട്ട അംഗമായിരിക്കണം, അല്ലെങ്കിൽ കുടുംബശ്രീ അയൽക്കൂട്ട കുടുംബാംഗമായിരിക്കണം, അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം. വനിതകൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. നോട്ടിഫിക്കേഷൻ തീയതിക്ക് മുമ്പ് കുടുംബശ്രീ അയൽക്കൂട്ട അംഗമായവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായവർക്കോ മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. ഒഴിവുകളുടെ എണ്ണം മാറ്റമുണ്ടാക്കാം. ഒഴിവുകളുടെ എണ്ണം കുറവാണെന്ന് കരുതി ആരും അപേക്ഷിക്കാതെ ഇരിക്കരുത്. വേക്കൻസീസ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kudumbashree.org എന്ന വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ആപ്ലിക്കേഷൻസ് ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20/12/2024 വൈകുന്നേരം 5 മണിയാണ്. ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും അവ്യക്തമായ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ്. 200 രൂപയാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഡിമാൻഡ് ഡ്രാഫ്റ്റായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. DD എടുക്കേണ്ടത് ജില്ലാ മിഷൻ കോർഡിനേറ്ററിൻ്റെ പേരിലാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം, കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷയാണെന്നതിനും CDSൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് BC3 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. പോസ്റ്റൽ അപേക്ഷകൾ ഓരോ ജില്ലയിലെയും ജില്ലാ മിഷൻ്റെ ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള വനിതകൾക്ക് ഇതൊരു സുവർണ അവസരമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത്. ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.